അൽ ജവാബ് ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. മൈ വെഡിങ് മൈ MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ് ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം. വാനമേ വാഴ്ത്തുന്നുവോ, കാലമേ കേൾക്കുന്നുവോ, എന്റെ നാഥന്റെ നാമം പെരുന്നാളിലി മണ്ണിലെങ്ങും ഉയരുന്ന തിരുനാമം. വാനമേ വാഴ്ത്തുന്നുവോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ജയ്ഹിന്ദ് ചാനലിൽ കൃത്യമായും അൽ ജവാബ് പ്രോഗ്രാം മുടങ്ങാതെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് MK ഫാബ്രിക്സ് അണിയിച്ചൊരുക്കുന്ന അൽ ജവാബിൻ്റെ മനോഹരമായ റബീഉൽ അവ്വലിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ, കാരുണ്യവാനായ അള്ളാഹു ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിശുദ്ധ ജന്മദിനത്തിൽ 1500 വർഷം തികയുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള മാറ്റുകൂടിയ ജന്മദിനമാണ് ഇത്. ഈ ദിനത്തിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് പറഞ്ഞത്, ചെയ്തത്, പാടിയത്, എഴുതിയത്, നമ്മുടെ വീട്ടിൽ നടന്ന മജ്ലിസ്, അങ്ങനെ എല്ലാം കാരുണ്യവാനായ അള്ളാഹു സ്വീകരിക്കട്ടെ. ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും ഇഷ്ടവും പൊരുത്തവും കിട്ടാൻ അതെല്ലാം അള്ളാഹു ഒരു കാരണമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം പഠിച്ചുകൊണ്ടിരുന്നത് സൂറത്തുൽ ഖലമിനെ സംബന്ധിച്ചാണ്. തൽക്കാലം നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ പഠിച്ച സൂറത്തുൽ ഖലം അവിടെ നിൽക്കട്ടെ. അതിൻ്റെ തുടർഭാഗം നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ഇന്ന് നബിദിനമായിട്ട് തന്നെ നമുക്കെല്ലാം ഒത്തുവന്ന സ്ഥിതിക്ക് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് അഫ്ദലുൽ കലാമി കലാമുൽ ഹാൽ, ആ സമയത്തിനനുസരിച്ച് സംസാരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു ഹദീസ് ഉണ്ടല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, നിങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, ഇവരെക്കാളെല്ലാം ഉപരി വന്നാസി അജ്മഈൻ എന്നാണ് ഹദീസിൽ പറഞ്ഞത്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസിയല്ല എന്നാണ് ഹദീസ്. അപ്പോൾ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ നാം എന്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഈ വോയിസ് ശ്രവിക്കുന്ന, കാണുന്ന നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മതി. ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥത്തിൽ പ്രിയം വെക്കുന്ന ആളാണോ, വല്ലാണ്ട് ഇഷ്ടം വെക്കുന്ന ആളാണോ, അതിനുള്ള യോഗ്യതയും ക്വാളിറ്റിയും എനിക്കുണ്ടോ? നമ്മൾ ചിന്തിക്കുക. നമ്മൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ നിസ്കാരം മറന്നു പോകുന്നവരാണ്, നബിയെ മറന്നു പോകുന്നവരാണ്, പല ഹറാമ് കാണുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ. പക്ഷേ ഈ അൽ ജവാബ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുന്നത് അങ്ങനെ ഒരു മറതി നമുക്കുണ്ടാവാൻ പാടില്ല. ഇബ്നു അബ്ബാസ് അൽ മുർസി റഹിമത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഒരു സെക്കൻഡ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറന്നാൽ മാ ആദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ് ഞാൻ ഉള്ളത് എന്നുപോലും ഞാൻ എണ്ണാൻ തയ്യാറല്ല എന്നാണ്. അത്രയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കണം. അതിന് എല്ലാ കാലത്തും അങ്ങനെ തന്നെ, റബീഉൽ അവ്വൽ മാത്രമല്ല. പക്ഷേ റബീഉൽ അവ്വൽ ആകുമ്പോൾ അതിന് തിരുവസന്ത പിറവി എന്നൊക്കെ പറഞ്ഞ് അതിനൊരു പ്രത്യേക സാഹചര്യം ഒരുങ്ങുകയാണ്. പ്രപഞ്ചം നമ്മൾ അതിനു വേണ്ടി നിർബന്ധിക്കുന്ന പോലെ, നമ്മുടെ ചുറ്റുപാടുകളെല്ലാം അതിന് നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ, മദ്ഹ് കേൾക്കാൻ, അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ, ഭക്ഷണ വിതരണം നടത്താൻ, സാധുക്കളെയും സാധാരണക്കാരെയും സഹായിക്കാൻ,
നൂറുകണക്കിന് ആളുകളാണ് ഫോണിലൂടെ വിളിച്ചു ചോദിച്ചത്, ഉസ്താദെ നബിദിനത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ സ്നേഹസാഗരത്തിൽ ഞങ്ങൾ വരട്ടെയോ എന്നൊക്കെ. പക്ഷേ അതൊക്കെ ആദ്യം വിളിച്ചു പറഞ്ഞ ഒരാളിന് കൊടുത്തു, അവരെ ഭക്ഷണം കൊടുക്കും, നമ്മൾ അവിടെ വരുന്നവർക്കൊക്കെ അത് കൊടുക്കും. അതുപോലെ ഓണം കൂടിയാണല്ലോ, തിരുവോണമായിട്ട് ഇപ്പോൾ സ്നേഹസാഗരത്തിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, അതൊരു മതസ്ഥാപനമല്ലല്ലോ. അപ്പോൾ ഒരുപാട് ഹിന്ദു മതസ്ഥരൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത്തപ്പൂ ഇടുന്നുണ്ട്, അവിടെ ഊഞ്ഞാല് കെട്ടുന്നുണ്ട്, അവരുടെ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അത് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള, അവരുടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള, അവരുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ പിടിച്ചു വെക്കാൻ പാടില്ല, അവരെ അടയ്ക്കാൻ പാടില്ല, അവരെ തുറന്നു വിടണം അവരുടെ കാര്യങ്ങൾ. ഇല്ലെങ്കിൽ ആ അമ്മമാരിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുമല്ലോ, ഇത്രയും ദിവസമായി ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് തോന്നും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാ ആഘോഷങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഓർമ്മ പോലും നമ്മുടെ ഖൽബിൽ നിന്ന് മാഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്ടുകാർ എല്ലാവരും കാരുണ്യത്തിൻ്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്രമേൽ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം. ഇതിനേക്കാൾ കൂടുതൽ ആരും ഉണ്ടാവാൻ പാടില്ല. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത്? മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എൻ്റെ ഉമ്മയേക്കാൾ, എൻ്റെ കുട്ടുകുടുംബാദികളെക്കാൾ, എൻ്റെ ബന്ധങ്ങളെക്കാൾ, എൻ്റെ സൗഹൃദങ്ങളെക്കാൾ ഏറ്റവും അധികം ഞാൻ സ്നേഹിക്കുന്നത് ആരംഭപ്പൂവിനെയാണ്. അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ടാണ് ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ എല്ലാവരും വീണുപോയത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും വലൗ കുന്ത ഫല്ലൻ അലീലൽ ഖൽബി ലൗ ഫല്ലു മിൻ ഹൗലിക് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ അത്രമേൽ കാരുണ്യം അങ്ങേക്ക് തന്നതുകൊണ്ടാണ് ശത്രുക്കൾ പോലും അങ്ങയുടെ മുന്നിൽ തലതാഴ്ത്തി സ്നേഹവായ്പോടെ വന്നു നിന്നത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ന് ഈ ചോദ്യോത്തര വേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഷിഫാഇൻ്റെ സ്വലാത്താണ്. നാട് മുഴുവനും, നഗരം മുഴുവനും രോഗങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ. ഈ റബീഉൽ അവ്വലിൽ നമുക്ക് തീരുമാനിക്കാം, ഇന്ന് പഠിക്കുന്ന സ്വലാത്ത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഉറങ്ങുമ്പോഴോ ഉണരുമ്പോഴോ എപ്പോഴെങ്കിലും അത് ചൊല്ലാൻ തീരുമാനിക്കണം. ഉറങ്ങുന്നതിന് മുമ്പോ ഉണർന്നതിന് ശേഷമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഖ്ത് നിസ്കാരത്തിന് ശേഷം, മഗ്‌രിബിന് ശേഷമോ, സുബഹിക്ക് ശേഷം, അതൊക്കെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ആ സമയത്ത് ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരുന്ന സ്വലാത്ത് ചെല്ലാൻ വേണ്ടി തീരുമാനിക്കുക. രോഗങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, മനസ്സിനും ശരീരത്തിനും ഒരു റാഹത്ത് കിട്ടാനൊക്കെ അത് വളരെയേറെ ഉപകരിക്കും. ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ഈ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. എഴുതാൻ പേനയും കടലാസും ഒക്കെ എടുക്കുക. ഷിഫാഇൻ്റെ സ്വലാത്ത് ഒരുപാട് രോഗങ്ങൾക്ക്, ഒരുപാട് പ്രയാസങ്ങൾക്ക് അറുതി വരുത്തി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയ ആ സ്വലാത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. Ground floor is called Seasons and is for party wears and salwars. First floor Chitragar lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. ഡിസൈനേഴ്സിനോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യുണീക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride opposite Shangas Hospital, Kollam. നിങ്ങൾക്കും വേണോ ഒരു ജോലി? അട്ടക്കുളങ്ങരയിലുള്ള അറഫ ഗോൾഡിന്റെ ഷോപ്പിൽ ഉടൻ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 799 467 65 39.
നിങ്ങൾക്കും വേണോ ഒരു ജോലി? അട്ടക്കുളങ്ങരയിലുള്ള അറഫ ഗോൾഡിന്റെ ഷോപ്പിൽ ഉടൻ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 799 467 6539. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആർക്കും ബാങ്ക് വിളിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നാൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ ഉസ്താദെ? ചോദിച്ചിരിക്കുന്നത് മുനീറ ഹസനാണ്, പാണക്കാട് നിന്നും. മാഷാ അല്ലാഹ്. ഒരു കുഞ്ഞിൻ്റെ ജനനം, ആ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ വലത്തേ ചെവിയിൽ ബാങ്കും ഇടത്തേ ചെവിയിൽ ഇഖാമത്തും കൊടുക്കുക എന്ന് പറയുന്നത്. അത് ഈ കുഞ്ഞിന് പൈശാചികമായ ബോധനങ്ങൾ, ദുർബോധനങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവാതിരിക്കാനും കുഞ്ഞു ഭാവിയിൽ ഒരു ഈമാനുള്ള, ഒരു വിശ്വാസമുള്ള ഒരു ജീവിതം നയിക്കാനുമാണ് നമ്മളങ്ങനെയൊക്കെ ഇസ്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് പുരുഷന് വിളിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അകത്ത് സ്ത്രീക്ക് തന്നെ, ഇന്ന് ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊക്കെ വലിയ ഫെസിലിറ്റീസുകളൊക്കെ ഉള്ളതാണ്, പക്ഷെ സാധിക്കുന്നതാണ്. ഇനി ഭർത്താവിന് കഴിഞ്ഞില്ലെങ്കിൽ ഭാര്യയ്ക്ക് തന്നെ പ്രസവാനന്തരം ആ കുഞ്ഞിനെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ വലത്തെ ചെവിയിൽ ബാങ്ക് വിളിച്ചു കൊടുക്കാവുന്നതാണ്, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടിനും കഴിഞ്ഞില്ല, അതിന് പരിഹാരമൊന്നുമില്ല. പരിഹാരം ഇപ്പോൾ ബാങ്ക് പിന്നീട് വിളിച്ച് കള്ളാ വീട്ടാൻ അങ്ങനെയൊന്നും കഴിയില്ല. നമ്മളിതിൻ്റെ ഉദ്ദേശം പിശാചിൽ നിന്ന് കുഞ്ഞ് രക്ഷപ്പെടലും കുഞ്ഞിന് ഹിദായത്തോടുകൂടി ജീവിക്കലുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി ദുആ ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ട് പിന്നെ അക്കീക്കറുത്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അതൊക്കെ ചെയ്തിട്ട് ആ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യാം. അതല്ലാതെ മറ്റൊരു പരിഹാര മാർഗമൊന്നും ഇതിന് പറഞ്ഞിട്ടില്ല. ഒരാൾ മരണപ്പെട്ടാൽ വേണ്ടപ്പെട്ടവർ വരുന്നതുവരെ അടക്കാൻ വൈകിക്കുന്നത് ശരിയാണോ? സത്യത്തിൽ അവർ അങ്ങനെ വന്ന് കാണുക എന്നത് നിർബന്ധമുള്ള കാര്യമാണോ ഇസ്ലാമിൽ? ചോദിച്ചിരിക്കുന്നത് ഹനീഫ ഹാജിയാണ്. ഈ മയ്യത്തിന് മറ്റുള്ളവർ വന്ന് കാണുക എന്ന് പറയുന്നത് ഒരു മാനുഷിക മൂല്യം വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചടങ്ങാണ്. അത് ഇസ്ലാമിൽ നിർബന്ധമല്ല. ഇസ്ലാമിൽ ഒരു മരണം നടന്നാൽ അവിടെ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ, മയ്യത്തിൻ്റെ ചടങ്ങുകൾ, മയ്യത്തിനെ കുളിപ്പിക്കുക, പൊതിയുക, അടക്കുക, പിന്നെ അതിന് പുറമെ മയ്യത്തിൻ്റെ ബന്ധുക്കൾ ഉണ്ടാവും, മക്കൾ, ഭാര്യ, ഭർത്താവ്, ഏറ്റവും അടുത്തവർ, അവരെ ആശ്വസിപ്പിക്കുക, താഴ്സിയത്ത്, അനുശോചനം അറിയിക്കൽ മാത്രമല്ല, അവരെ അത്രമേൽ ആശ്വസിപ്പിക്കണം. ആ വാക്കിനർത്ഥം നമ്മളങ്ങനെ താഴ്സിയത്ത് എന്ന് പറയുമെങ്കിലും അനുശോചനം എന്ന് പറയുമെങ്കിലും അതിൻ്റെ ആഴമെന്ന് പറയുന്നത് മരണപ്പെട്ടുപോയ വ്യക്തിയുടെ അഭാവം, അവരുടെ നഷ്ടപ്പെടൽ എത്രമാത്രം ഈ കുടുംബത്തെ ഉലച്ചിട്ടുണ്ടോ അത് നമ്മുടെ സന്ദർശനം കൊണ്ട്, നമ്മുടെ ചില വർത്തമാനം കൊണ്ട് സമാധാനിപ്പിക്കാൻ കഴിയണം. അതിനാണ് ഈ താഴ്സിയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സന്ദർശകരായ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഒരു മയ്യത്തിനെ ദിവസങ്ങളോളം വെച്ചിരിക്കുന്നു ആളുകൾ വെറുതെ വന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പരമാവധി നേരത്തെ അടക്കുക എന്നതാണ്, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇന്ന ആളിപ്പം വാപ്പ മരിച്ചാൽ മകൻ വന്ന് കാണൽ നിർബന്ധമില്ല, ഇസ്ലാം അങ്ങനെ നിർദ്ദേശിക്കുന്നില്ല. ചടങ്ങുകൾ ചെയ്തു കൊടുക്കലാണ്. അതിന് മകൻ വരാൻ വേണ്ടിയിട്ട് ദിവസങ്ങളോളം മയ്യത്തിനെ വെക്കുന്നതിനേക്കാൾ നല്ലത് നാട്ടിലടുത്ത് ആരാണോ ഉള്ളത് അവർ മയ്യത്ത് കുളിപ്പിക്കുക, പുതിയ അടക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും നമ്മളിതിനെ പിന്തിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വന്ന് കാണലെന്ന് പറയുന്ന ചടങ്ങ് ഇസ്ലാമിൽ നിർബന്ധവുമല്ല. എങ്ങനെ ചൊല്ലിയാലും കൂലി കിട്ടും എന്നത് സ്വലാത്തിൻ്റെ മഹത്വമാണല്ലോ. എന്താണ് അതിൻ്റെ കാരണം? ഇത് ചോദിച്ചത് സഫീർ ഖാൻ ഹാജി, നെടുമങ്ങാട് നിന്നും. സ്വലാത്ത് എന്നത് വളരെ മധുരമുള്ള ഒരു അമലാണ്. അള്ളാഹു ചൊല്ലുന്ന, മലക്കുകൾ ചൊല്ലുന്ന, നിങ്ങൾ ചൊല്ലൂ എന്ന് അള്ളാഹു പറഞ്ഞ അത്ര രസമുള്ള ഒരു അമലാണ് സ്വലാത്ത്. പക്ഷേ ഈ സ്വലാത്തിന് നിങ്ങൾ ഇങ്ങനെ ഇഖ്ലാസോട് കൂടി ചൊല്ലിയാലേ കൂലി കിട്ടൂ, വുളുവോട് കൂടി ചൊല്ലിയാലേ കൂലി കിട്ടൂ, ഖിബ്ലയുടെ നേരെ ഇരുന്ന് ചൊല്ലിയാലേ കൂലി, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിസ്കാരത്തിലും മറ്റ് അമലുകളിലും പറയുന്ന ശ്രദ്ധകൾ സ്വലാത്തിന് പറഞ്ഞിട്ടില്ല. ഷർത്തുകൾ, ഫർദുകളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചൊല്ലുക, ആര് ചൊല്ലിയാലും എങ്ങനെ ചൊല്ലിയാലും കൂലി കിട്ടും എന്നതിന് കാരണം എന്താണ്? അത്രമേൽ സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം,
ആ നാമം ഉച്ചരിക്കുന്നവൻ ആരാണെങ്കിലും അതിൻ്റെ പ്രതിഫലം അവൻ പങ്കുപറ്റിക്കൊള്ളണമെന്നത് അള്ളാഹുവിന് നിർബന്ധമാണ്. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടപ്പോൾ എങ്ങനെ ചൊല്ലിയാലും കൂലി കിട്ടുമോ നബി എന്ന് ചോദിച്ചു. കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, പിന്നെ കുറച്ച് ഹൃദയ സാന്നിധ്യത്തോടു കൂടി ഒരാൾ ചൊല്ലിയാൽ ഇതെൻ്റെ മുത്ത് നബിയാണ്, ലോകം പടയ്ക്കാൻ കാരണക്കാരനാണ്, റഹ്മത്തുൽ ആലമീനാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ച് ആരംഭപ്പൂവിന് വേണ്ടി അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു വലാ യഅലമു ഇല്ലല്ലാഹ്, അതിൻ്റെ പ്രതിഫലം, അതിന് അള്ളാഹു തരുന്ന കൂലി അത് അള്ളാഹുവിനല്ലാതെ അറിയൂല എന്ന് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വലാത്ത് അതുകൊണ്ടാണ് എങ്ങനെ ചൊല്ലിയാലും കൂലി കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഖ്ലാസോട് കൂടി ചൊല്ലിയാൽ അതിന് പ്രത്യേകത കൂടും, അതിന് കൂലി കൂടും, അതിന് പ്രതിഫലം കൂടും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത്ര കോടി സ്വലാത്ത്, ഇത്ര ലക്ഷം ദിക്കർ എന്നൊക്കെ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ആ സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം കുറയ്ക്കില്ലേ? ഇത് ചോദിച്ചത് റുക്കിയ ബാനു ആണ്, കൊല്ലത്ത് നിന്നും. ഈ സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം കുറയ്ക്കുന്നതും കൂട്ടുന്നതും അള്ളാഹുവാണ്. അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയത്തിൽ ഈ ചൊല്ലിയ ഇത്ര കോടി ചൊല്ലി, ഇത്ര ലക്ഷം ചൊല്ലി, ആ പള്ളിക്കാരറിഞ്ഞു, ഈ വാട്സപ്പ് ഗ്രൂപ്പുകാരറിഞ്ഞു, അങ്ങനെയൊക്കെ അറിയുമ്പോഴും പറയുമ്പോഴും ഇവൻ്റെ കൽബിനകത്തതിൻ്റെ ചലനമുണ്ടാകുന്നുണ്ടോ എന്നത് അള്ളാഹു പരിശോധിക്കും. ഓ, ഞാൻ ഇത്രയും ചൊല്ലിയല്ലോ, അപ്പോൾ ആളുകളൊക്കെ എന്നെക്കുറിച്ച് അങ്ങനെ കരുതും, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയാണ് ഒരാൾ ചിന്തിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലം കുറയ്ക്കുന്നത് അള്ളാഹുവാണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റൂല കുറയും കൂടുമെന്ന്. പിന്നെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകമാന്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന അമലിന് കൂലി കിട്ടൂല, പക്ഷെ സ്വലാത്തിന് കൂലി കിട്ടും. ഒരാൾ ഞാൻ ഭയങ്കര സ്വലാത്തില്ലെന്ന ആളാണെന്ന് ലോകം അറിയട്ടെ, എന്നിട്ട് ഞാൻ സ്വലാത്തില്ലാണെങ്കിലും ആ സ്വലാത്തിന് കൂലി കിട്ടും. അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് പ്രതിഫലം കുറഞ്ഞും കൂടിയും ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ദിക്റുകളെന്ന് പറയുമ്പോൾ അങ്ങനല്ല. ഞാൻ 1 കോടി ദിക്ർ ചൊല്ലിയെന്ന് ലോകം അറിയാൻ വേണ്ടി ഒരാൾ വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഷഠേന്ന് അതിൻ്റെ മുഴുവൻ പ്രതിഫലവും നഷ്ടപ്പെട്ടു പോകും. അത് ദിക്ർ അങ്ങനല്ല, അതിന് കുറച്ച് ഇഖ്ലാസ് വേണം. അത് ദിക്റു മഅൽ ഫിക്ർ എന്നാണ്. ദിക്ർ എന്ന് പറയുന്നത് ഫിക്കറോടുകൂടി, ചിന്തയോടുകൂടിയാണ്. സ്വലാത്തിന് അത് വേണമെന്നില്ല. പക്ഷേ സ്വലാത്ത് ജനങ്ങൾ അറിയട്ടെ എന്ന് കരുതി ചൊല്ലിയാലും കൂലി കിട്ടും. വാട്സപ്പിൽ പറയണം ഞാൻ 10 കോടി സ്വലാത്ത് ഇല്ലി, എല്ലാവരും അറിഞ്ഞോളി, ഞാൻ ഭയങ്കര സ്വലാത്തിൻ്റെ ആളാണ്, എന്നാലും കൂലി കിട്ടും. കൂലി കുറയുമോ കൂടുമോ എന്നുള്ളതാണ് വ്യത്യാസം. സലാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. പക്ഷേ ദിക്ർ, ഖുർആൻ ഓതിയത്, ഖത്തം തീർത്തത്, നിസ്കരിച്ചത്, ഞാൻ 1 ലക്ഷം സുന്നത്ത് നിസ്കരിച്ചു ഇന്നലെ രാത്രി എന്ന് ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയാളുടെ മനസ്സിൽ ജനങ്ങളത് അറിയട്ടെ എന്ന ചിന്തയുണ്ടെങ്കിൽ അത് മുഴുവനും ബാത്തിലാവാൻ ആ പറച്ചിൽ മാത്രം മതിയാവും. സ്വലാത്ത് അങ്ങനെയല്ല. സ്വലാത്തിന് അതിൻ്റേതായ മാറ്റു കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വേർതിരിവുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ലോകമാന്യത, ജനങ്ങൾ അറിയാൻ വേണ്ടി പറയുന്ന, ചെല്ലുന്ന, ചെയ്യുന്ന അമലുകൾക്ക് പ്രതിഫലം വളരെ കുറവാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ലോകമാന്യത ഒരു ചെറിയ ശിർക്ക് കൂടിയാണ്. അത് നമ്മുടെ അമലുകളെ തിന്ന് തീർത്ത് കളയും. പടച്ചോൻ കാക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ മഹാന്മാർ വല്ല സൂറത്തും പതിവാക്കിയിരുന്നു ഉസ്താദെ. ഉണ്ടെങ്കിൽ ഏതാണ് ആ സൂറത്ത്? ചോദിച്ചിരിക്കുന്നത് മനാഫ് ഹാജിയാണ്, കിളിമാനൂരിൽ നിന്നും. പരിശുദ്ധ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആപ്റ്റായ ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ആഗ്രഹിക്കാത്തവരായി ദുനിയാവിൽ ആരും ഉണ്ടാവില്ല. എല്ലാവരും ജീവിതകാലത്ത് തന്നെ, ജീവിച്ചിരുന്നപ്പോൾ തന്നെ സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിയിരിക്കൽ ഒരു ഹോബിയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖം നോക്കിയിരിക്കലാണ് എൻ്റെ പ്രധാന പണി, എൻ്റെ ഏറ്റവും ഇഷ്ടത്തൊഴിൽ അതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹാബികളൊക്കെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക എന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ സ്വലാത്ത് ചൊല്ലിയിട്ട് കണ്ടു ഉസ്താദെ, കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടു, വെള്ളിയാഴ്ച രാവിലെ കണ്ടു, റബീഉൽ അവ്വലിൽ കണ്ടു എന്നൊക്കെ. അതായത് സ്വലാത്ത്, ദിക്ർ, ഖുർആനൊക്കെ കൊണ്ട് ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവർ, അത് ആലിമീങ്ങളും ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും സാധാരണക്കാരും ഒക്കെ കണ്ടവർ, അവരതിനു വേണ്ടി ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്ന സൂറത്തുൽ കൗസറാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഏറ്റവും അധികം ആളുകൾ ആരംഭപ്പൂവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സൂറത്ത് ഇതാണ്. അല്ലാഹു തആല അത് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആ പ്രകാശ ശോഭയെ മുത്തമിടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ.
നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. Ground floor is called Seasons and is for party wears and salwars. First floor Chitragar Lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers-നോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണിക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride opposite Shangas Hospital, Kollam. നിങ്ങൾക്കും വേണോ ഒരു ജോലി? അട്ടക്കുളങ്ങരയിലുള്ള അറഫ ഗോൾഡിന്റെ ഷോപ്പിൽ ഉടൻ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 799 467 65 39. നിങ്ങൾക്കും വേണോ ഒരു ജോലി? അട്ടക്കുളങ്ങരയിലുള്ള അറഫ ഗോൾഡിന്റെ ഷോപ്പിൽ ഉടൻ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 799 467 65 39. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. അൽഹംദുലില്ലാ, വളരെ മനോഹരമായ അർത്ഥവത്തായ പഠിക്കൽ അത്യാവശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യങ്ങൾ അയച്ച മുഴുവൻ ആളുകളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരം, പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാഹിബ്. അൽഹംദുലില്ലാ, ഒരുപാട് കാലമായി അദ്ദേഹം ഞങ്ങളോടൊപ്പം ഈ സേവന രംഗത്തുണ്ട്, ഈ ഖിദ്മത്തിൻ്റെ പാതയിലുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. കച്ചവടങ്ങളിലെല്ലാം അള്ളാഹു പുരോഗതി പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഖൈറും ഒരുപാട് വളർച്ചയും അള്ളാഹു കൊടുക്കട്ടെ. 2ാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചർ കൊല്ലം, ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലുമുള്ള വസ്ത്ര വ്യാപാര സ്ഥാപനമാണ് സിഗ്നേച്ചർ. കൊല്ലം ശങ്കേഴ്സ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സിഗ്നേച്ചർ ഉള്ളത്. പ്രിയങ്കരനായ ബഹുമാനായ നാസറുദ്ദീൻ സാഹിബാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അള്ളാഹു കച്ചവടത്തിൽ പുരോഗതി പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ 12 തീരുമാനങ്ങളെടുക്കാൻ, സ്വലാത്തിൻ്റെ, മഹബത്തിൻ്റെ, ഇഷ്കിൻ്റെ ഒക്കെ തീരുമാനങ്ങളെടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ദിവസമാണ്. ഈ ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കുറേ സ്വലാത്തും ചൊല്ലി അങ്ങ് കഴിഞ്ഞു പോയാൽ പോരാ. ഈ പറഞ്ഞു തരുന്ന സ്വലാത്ത് നിങ്ങൾ എഴുതിയെടുക്കുകയും ജീവിതത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ചൊല്ലുകയും ചെയ്യണം. ഈ റബീഉൽ അവ്വലിൻ്റെ 12 മദീനയൊക്കെ നിറഞ്ഞു കവിയുമ്പോൾ നിങ്ങൾക്ക് മുത്തുനബിയുടെ ഒരു വാക്ക് കൊടുക്കാൻ പറ്റും. നബിയെ മരിക്കുന്നതുവരെ ഈ സ്വലാത്ത് എൻ്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ സന്തത സഹചാരിയായി കൊണ്ടു നടക്കുമെന്നൊരു തീരുമാനം നിങ്ങൾക്കെടുക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ വനൂറിൽ അബ്സാരി വളിയാഇഹ വഅലാ ആലിഹി വസ്വഹ്ബിഹി വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി, തിബ്ബിൽ ത്വാണ്, തിബ്ബിൽ ഖുലൂബി വദവാഇഹ, തിബ്ബിൽ ഖുലൂബി വദവാഇഹ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബ്ദാനി, വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ, വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ വനൂരിൽ അബ്സ്വാരി വളിയാഇഹ, വനൂരിൽ അബ്സ്വാരി വളിയാഇഹ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ വനൂറിൽ അബ്സാരി വളിയാഇഹ വഅലാ ആലിഹി വസ്വഹ്ബിഹി വബാരിക് വസല്ലിം അലൈഹി എന്നാണ് ഈ സ്വലാത്ത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ രക്ഷയും അള്ളാഹുവിൻ്റെ സലാത്തും രക്ഷയും സലാമും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പറയുന്നു.
തിബ്ബിൽ ഖുലൂബി വദവാഇഹ, അതായത് ഹൃദയത്തിൻ്റെ രോഗത്തിൻ്റെ മരുന്നാണ്, ചികിത്സയാണ് സ്വലാത്ത്. വാഫിയത്തുൽ അബ്ദാനി വശിഫാഇഹ, നമ്മുടെ ശരീരങ്ങളുടെ ആഫിയത്ത്, ആരോഗ്യവും അതിൻ്റെ സൗഖ്യവും അതിൻ്റെ ഷിഫയും സ്വലാത്താണ്. വന്നൂരിൽ അബ്സ്വാരി വദിയാഇഹ, ഉൾക്കാഴ്ചകളുടെ പ്രഭയും സ്വലാത്താണ്. വഅല ആലിഹി വസ്വഹ്ബിഹി വബാരിക് വസല്ലിം അലൈഹി. ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്വലാത്ത് കൊണ്ട് ഒത്തിരി രോഗങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ കഴിയുമെന്ന്. ഒരു 3 സ്വലാത്തിൽ ചെറിയൊരു ദുആ നമുക്ക് ചെയ്യാം. കാരണം റബീഉൽ അവ്വൽ 12 അല്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ 12 ഞങ്ങളുടെ പ്രോഗ്രാം കണ്ട ഈ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ആരംഭപ്പൂവിൻ്റെ ശഫാഅത്ത് കൊടുക്കണേ അല്ലാ, ഹൗദുൽ കൗസർ കൊടുക്കണേ അല്ലാ, തിരുനോട്ടം കൊടുക്കണേ അല്ലാ, മുത്തുനബിയെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചോനെ. ഈ ഒരുമിച്ച് കൂടൽ വെറുതെയാക്കല്ലേ അല്ലാ, ഈ പ്രാർത്ഥന വെറുതെയാക്കല്ലേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട ജീവിതം ഞങ്ങൾക്ക് നീ സമ്മാനിക്കണേ റബ്ബേ. ഞങ്ങളുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന MK ഫാബ്രിക്സ് ഉൾപ്പെടെ പടച്ചവനെ ഞങ്ങളുടെ പ്രോഗ്രാമുമായി സഹകരിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളെയും സ്ഥാപനങ്ങളെയും വളർത്തുകയും ഉയർത്തുകയും ചെയ്യണം പടച്ചവനെ. ഈ പ്രോഗ്രാമിനെ കുറിച്ച് പരസ്യം ചെയ്യുന്ന, ഇതിനെക്കുറിച്ച് പറയുന്ന, ഇതിനെക്കുറിച്ച് വാചാലമാകുന്ന ഒരുപാട് സ്നേഹനിധികളായ സഹോദരിമാർ സഹോദരങ്ങളുണ്ട്. അവരൊക്കെ നീ രക്ഷപ്പെടുത്ത റബ്ബെ. സല്ലി അല നബി മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക. അൽ ജവാബ് AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കുണം, മുടവരം BO, ചിറയൻകീഴ്, തിരുവനന്തപുരം. MK ഫാബ്രിക്സ് ആണ് നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത്. അള്ളാഹു ആ കച്ചവട സ്ഥാപനത്തിന് ഒരുപാട് ഇസ്സത്ത് കൊടുക്കട്ടെ. കൊല്ലം ജില്ലയുടെ ഹൃദയഭാഗത്ത് ഇപ്പോൾ ആഘോഷത്തിൻ്റെ ദിവസങ്ങളൊക്കെയാണല്ലോ വരുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ. അപ്പോൾ പുതുമകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പുതിയ വസ്ത്രങ്ങൾക്ക് വേണ്ടി അലയുമ്പോൾ തീർച്ചയായിട്ടും അൽ ജവാബിനെ ഓർത്ത് MK ഫാബ്രിക്സിലേക്ക് ചെല്ലാൻ ഒരിക്കലും മടിക്കരുത്. അൽഹംദുലില്ലാ, പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബ്, ഷറഫുദ്ദീൻ സാഹിബ്, നിസാറുദ്ദീൻ സാഹിബ്, അള്ളാഹുവേ ആ സംഘത്തിന് വലിയ യാത്ര ബിസിനസ്സിൻ്റെ മേഖലയിൽ നടത്താനുള്ള കരുത്ത് കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വസ്ത്ര ശൃംഖലയിൽ അണിചേരാൻ, അതിനെ ബുക്ക് ചെയ്യാൻ, അതിൻ്റെ ബുക്കിംഗ് നമ്പരൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പരസ്യത്തിൽ അവരുടെ പേര് പറയുന്ന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ MK ഫാബ്രിക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. അള്ളാഹു എല്ലാ വിജയവും അവർക്ക് കൊടുക്കട്ടെ. അവരെ സ്നേഹിക്കാൻ നമുക്കും അള്ളാഹു തൗഫീക്ക് തരട്ടെ. കാരണം ഈ ഇൽമിൻ്റെ വഴിയിൽ അവർ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ബറക്കത്തും തെളിച്ചവും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് ഇതേ പ്രോഗ്രാമിൻ്റെ തുടർഭാഗം സൂറത്തുൽ ഖലമിൻ്റെ ബാക്കി ഭാഗവുമായി ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാറ്റിൽ സെയ്തൂൻ മരത്തിൻ്റെ ചില്ലകൾ പൂക്കുമ്പോ സ്വർഗവാതിൽ തുറന്നെത്തിയ മലക്കുകൾ നിരക്കുമ്പോ എൻ്റെ നാഥന്റെ നാമം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. MK ഫാബ്രിക്സ്, അൽ ജവാബ്, ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. My wedding, my MK Fabrics, MK Road, Kollam. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം.